ചോയ്സ് വെഡ്ഡിംഗ് കാസലിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം. നറുക്കെടുപ്പിലൂടെ നേടാം 1.5 ലക്ഷം രൂപ സമ്മാനം. ഓരോ 500 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് 1 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് 10,000 രൂപ വീതം 5 പേർക്ക്. ഈ ഓഫർ ഏപ്രിൽ 30 വരെ മാത്രം. ഈ റംസാനും വിഷുവും ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, ആമാനാമാൾ, എടപ്പാൾ. ചരിത്രത്തിൽ ഇടം പിടിച്ച് പൊന്നാനി വലിയ പള്ളിയിലെ തൂക്കിവിളക്ക് ഇന്നും പ്രകാശിക്കുന്നു. ലോകത്തിന് വിജ്ഞാനത്തിന്റെ നൂറ്റാണ്ടുകൾക്കപ്പുറവും പൊന്നാനിയിൽ കെടാതെ കത്തുന്നുണ്ട്. പൊന്നാനി വലിയ പള്ളിയിലെ അകത്തെ പള്ളിയിൽ തൂക്കിയിട്ട എണ്ണ വിളക്കിന് 5 നൂറ്റാണ്ടിന്റെ കഥ പറയാനുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്നവർ ഇസ്ലാമിക വിജ്ഞാനം നുകരുന്നത് ഈ വിളക്കത്തിരുന്നായിരുന്നു. സൈനുദ്ദീൻ മക്തൂമിന്റെ കീഴിൽ ലോകത്താദ്യമായി ദർസ് പഠന രീതി ആരംഭിച്ചത് പൊന്നാനി വലിയ പള്ളിയിലെ വിളക്കത്തിരിക്കൽ ചടങ്ങോടെയാണ്. അന്ന് തെളിയിച്ച വെളിച്ചം ഇന്നും കെടാതെ കൊണ്ടു നടക്കുന്നുണ്ട്. സന്ധ്യാനേരത്ത് മഗ്രിബ് നമസ്കാരത്തോടെ കത്തുന്ന വിളക്ക് പുലർച്ചെ നേരത്തെ സുബഹി നമസ്കാരം വരെ കത്തി നിൽക്കും. കാലങ്ങളായി ഇതൊരു മുടക്കവുമില്ലാതെ തുടർന്നു വരികയാണ്. സൈനുദ്ദീൻ മക്തൂമിന്റെ കാലത്താണ് പൊന്നാനി വലിയ പള്ളിയിൽ ദർസ് ആരംഭിച്ചത്. വ്യവസ്ഥാപിതമായി പള്ളി ദർസ് സമ്പ്രദായത്തിന്റെ തുടക്കവും ഇതായിരുന്നു. ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാലയിലെ സിലബസ് അന്ന് പ്രാദേശികമായി നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായവുമായി സംയോജിപ്പിച്ചാണ് പൊന്നാനി പള്ളിയിൽ ദർസ് ആരംഭിക്കുന്നത്. പഠന നിലവാരം കൊണ്ട് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റിയതോടെ വിദേശ വിദ്യാർത്ഥികൾ ധാരാളമായി പൊന്നാനിയിലെത്തി. ഇന്തോനേഷ്യ, മലേഷ്യ, സിലോൺ, ഈജിപ്ത്, സിറിയ, ബാഗ്ദാദ്, യമൻ എന്നിവിടങ്ങളിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥികൾ പൊന്നാനി ദർസിൽ പഠിതാക്കളായിരുന്നു. അകത്തെ പള്ളിയുടെ മധ്യത്തിൽ തൂക്കിയിട്ട എണ്ണവിളക്കിനെ ചുറ്റുമിരുന്നായിരുന്നു പഠനം നടന്നിരുന്നത്. തുടക്കകാലത്ത് സൈനുദ്ദീൻ മക്തൂം നേരിട്ടാണ് വിദ്യ പകർന്നു നൽകിയിരുന്നത്. ഇങ്ങനെ എണ്ണവിളക്കിന് ചുറ്റും ഇരുന്ന് വിദ്യ നടത്തുന്ന രീതിക്ക് വിളക്കത്തിരിക്കൽ എന്ന് പേരായി. ഇപ്രകാരം വിളക്കത്തിരുന്ന് മതവിദ്യാഭ്യാസം ആർജിക്കുന്നവരെ മുസല്യാർ എന്ന് വിശേഷിപ്പിക്കാനും തുടങ്ങി. പൊന്നാനിയിൽ നിന്ന് ആരംഭിച്ച ബിരുദമാണ് മുസല്യാർ പദവി. സൈനുദ്ദീൻ മക്തൂമിന് ശേഷമുള്ള മക്തൂമാരും മക്തൂമിയൻ സിലബസുകളുടെ ബിരുദം നൽകാനായി ഈ രീതി തന്നെ തുടർന്നു വരികയാണ്.